പ്രൈസ് ദി ലോർഡ്. ഹെൽപ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെൽപ്മീലോടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കും, അതൊന്ന് പ്രസ് ചെയ്താൽ മതി. അതുപോലെ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ നേരത്തെ അപ്പം അല്ലെങ്കിൽ പാലപ്പം അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, തേങ്ങ ചേർത്തുകൊണ്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ തേങ്ങ ഒട്ടും ചേർക്കാതെ എങ്ങനെ നല്ല പൂ പോലെയുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി 7 മണിക്കൂർ കുതിർത്ത ശേഷം നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട്. സാധാ ഇഡലി ദോശ ഉണ്ടാക്കുന്ന പച്ചരിയ, ഇതിനങ്ങനെ പേരെനിക്കറിയില്ല. ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാ, ഞാൻ കടയിൽ ചെന്ന് ഇഡലി ദോശ ഉണ്ടാക്കുന്ന അരി തരാൻ പറയും. അപ്പോൾ ഈ പച്ചരിയ തരുന്നത്. എന്റെ നാട്ടിൽ ഇതിന് പച്ചരി എന്നാണേ പറയുന്നത്. ഇത് കുതിരാൻ ഇടുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കഴുകി വേണം വെള്ളത്തിലിടാൻ. കുതിർന്ന ശേഷം കഴുകരുത്. നല്ല ശക്തിയോടെ കഴുകുമ്പോൾ അരി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേണം കുതിരാനിടുന്നത്. അപ്പൊ ഇത് 2 ഗ്ലാസ് പച്ചരി. ഇത് നമ്മുടെ സാധാരണ അവൽ ഉപ്പുമാവ് ഉണ്ടാക്കാനും അതുപോലെ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് അവിൽ നനച്ചതെന്ന് പറയത്തില്ലേ, അതിനൊക്കെ ഉപയോഗിക്കുന്ന അവില. നിങ്ങൾക്ക് ഏത് അവില് വേണമെങ്കിലും എടുക്കാം, കട്ടിയുള്ളത് എടുക്കാം, കട്ടി കുറഞ്ഞതെടുക്കാം, ചുമന്ന കളറിലെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മുടെ അപ്പത്തിനൊരു ചുമന്ന കളർ വരും, അത്രയുള്ള വ്യത്യാസം. ഇത് ഞാൻ നന്നായിട്ട് 2 പ്രാവശ്യം കഴുകിയ ശേഷം ഒരു 5 മിനിറ്റ് നകക്കെ വെള്ളം ഒഴിച്ച് ഇട്ടതാണ് ഇത്. അപ്പൊ ആ വെള്ളമെല്ലാം അവിലങ്ങ് വലിച്ചെടുക്കും. 5 മിനിറ്റിന്റെ ആവശ്യമേ ഉള്ളൂ. അതെല്ലാം ഒത്തിരി കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുതിരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി ഇടാം, കുഴപ്പമില്ല. അവല് നല്ലതുപോലെ കുതിരണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് 1 ഗ്ലാസ്, 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് അവല്, അതാണ് കണക്ക്. പിന്നെ നമുക്ക് വേണം 3 ടേബിൾ സ്പൂൺ ചോറ്. ഞാനിപ്പോ കുത്തിരിച്ചോറ എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് വെള്ളച്ചോറോ അല്ലെങ്കിൽ ബസ്മതിയോ ഏത് വേണമെങ്കിലും എടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അതായത് അരി, അവല്, ചോറ്, ഈസ്റ്റ്, പഞ്ചസാര. അരയ്ക്കുമ്പോൾ വെള്ളം ഒത്തിരി ചേർക്കണ്ട. പിന്നെ നമുക്ക് അത് മാവ് പൊങ്ങിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. ആവശ്യത്തിന് മാത്രം കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് വേണ്ട, അതിന് പകരം സോഡ ചേർക്കാം. ഞാൻ ഇവിടെ സോഡയാണ് ചേർത്തിരിക്കുന്നത്. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈസ്റ്റ് ചേർക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരും. പക്ഷെ സോഡ ചേർക്കുകയാണെങ്കിൽ അത് ഒത്തിരി പുളിക്കത്തുമില്ല, ഒത്തിരി പൊങ്ങത്തുമില്ല, പക്ഷെ അപ്പം സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. സോഡ ചേർക്കുന്നുവെങ്കിൽ ഈ കൂട്ടത്തിൽ അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ചേർക്കരുത്, അത് പിന്നെ ചേർത്താൽ മതി. ഞാൻ കാണിക്കാം. ഇപ്പൊ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡ, അല്ലെങ്കിൽ അപ്പക്കാരം എന്ന് പറയും, ബേക്കിംഗ് പൗഡർ അല്ല, വെറും 2 നുള്ളേ ചേർത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ചേർക്കരുത്, ഇത്രയത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെക്കാം. ഈ മാവ് കുറഞ്ഞത് ഒരു 7-8 മണിക്കൂറെങ്കിലും നന്നായിട്ട് പൊങ്ങാനായിട്ട് നമുക്ക് അടച്ചു വെക്കണം. അതിനുശേഷം അപ്പം ഉണ്ടാക്കാവൂ. നമ്മള് മാവ് അരച്ചു വെച്ച ശേഷം 8 മണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാൻ. നമ്മൾ ഓൾറെഡി 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിരുന്നു. ഞാൻ വേറെ എക്സ്ട്രാ ചേർത്തിട്ടില്ല, അതേ ഉള്ളൂ. പിന്നെ ഉപ്പ ചേർത്ത് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. തവ ചൂടായ ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമായി പോവല്ലേ. ഞാൻ മീഡിയം തീയിലായിട്ടേക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പൊ നമ്മുടെ അപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്, പഞ്ഞി പോലെ ഇരിക്കുവാണേ. ഈ അപ്പം നമ്മൾ പാത്രത്തിൽ ഇടുമ്പോൾ ചൂടോടെ തന്നെ ഒന്നിന്റെ മേളിൽ ഒന്നായിട്ട് ഇട്ട് വെക്കരുത്, അത് ഒട്ടിപ്പിടിക്കും. വേറെ പാത്രത്തിൽ ഇട്ട ശേഷം തണുത്ത ശേഷം ഒരുമിച്ച് വെച്ചാൽ മതിയേ. ഇനി നമുക്ക് ഇത് തന്നെ അപ്പച്ചട്ടിയിലും ഉണ്ടാക്കാം. മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരേ ലെവലില് കറക്കി കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നടുക്കൊരു ലേശം ഒഴിക്കാം. മീഡിയം തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പവും നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ?
ഞാൻ ഇതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം, പാലപ്പം ഒക്കെ കഴിക്കാൻ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ചമ്മന്തിപ്പൊടി എന്ന് പറയാം, അല്ലെങ്കിൽ ചമ്മന്തി എന്ന് പറയാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഇതിന്റെ റെസിപ്പി ഞാൻ നാളെ തന്നെ ഷെയർ ചെയ്യാമേ. സോ തേങ്ങ ചേർക്കാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അപ്പം അല്ലെങ്കിൽ പാലപ്പം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ റെസിപ്പി തന്നത് ബിജീസ് കിച്ചൺ ആണ്. കാരണം അവരുടെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മറ്റൊന്നുമല്ല, തേങ്ങ ലാഭിക്കാം. അവളുടെ ചാനലിൽ ഓൾറെഡി ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.